തക്കിട്ട എന്ന പുസ്തകം 3 വാള്യങ്ങളായിട്ടുള്ള ഈ അമൂല്യ ഗ്രന്ഥം ഈ മാസം 27-ാം തീയതി വ്യാഴാഴ്ച പത്മശ്രീ മട്ടന്നൂർ ആശാന്റെ മഹനീയ കരങ്ങളാലെ ഞങ്ങളവിടെ പ്രകാശനം ചെയ്യുകയാണ്. ഈ പുസ്തകത്തിൻ്റെ 4 നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള കലാകാരന്മാരുടെ ചരിത്രങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ഭാവി തലമുറയ്ക്ക് കലാകാരന്മാർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ഗ്രന്ഥമാണ് ഞങ്ങളവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രകാശന കർമ്മത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും നല്ല സഹകരണം പ്രതീക്ഷിക്കുകയാണ്. 13,000 പേരുടെ വാദ്യകലാ ചരിത്രം ഉൾപ്പെടുത്തിയ തക്കിട്ട വ്യാഴാഴ്ച പുറത്തിറക്കും. പഞ്ചവാദ്യം പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം ഒരു ചരിത്ര സംഭവമാണ്. കാരണം ഇത്രയധികം വാദ്യ കലാകാരന്മാരുടെ രേഖപ്പെടുത്തിയ വേറൊരു ചരിത്ര പുസ്തകവും ഇല്ല. അപ്പൊ ഇത് 17-ാം നൂറ്റാണ്ട് മുതൽ ഷഡ്കാല ഗോവിന്ദമാരാരുടെ കാലം മുതൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ എല്ലാ കലാകാരന്മാരെയും ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൽ വളരെ വിജ്ഞാനപ്രദങ്ങളായ ലേഖനങ്ങളുണ്ട്. വാദ്യകലയുടെ സകല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം ഉള്ളത്. 16-ാം നൂറ്റാണ്ട് മുതലുള്ള വാദ്യകലകളുടെ ചരിത്രവും ആ കലകൾക്കായി ജീവിച്ച് മരിച്ചവരുടെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ 13,000-ൽ പരം കലാകാരന്മാരുടെ സമ്പൂർണ്ണ ചരിത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ തക്കിട്ട പുസ്തകം വ്യാഴാഴ്ച പുറത്തിറക്കുമെന്ന് പുസ്തകം തയ്യാറാക്കിയ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഡയറക്ടർ സന്തോഷ് ആലങ്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവശ്രീ ശ്രീ മട്ടന്നൂർ ആശാൻ അധ്യക്ഷനായി ശ്രീ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്യുന്നു. അത് ആമുഖ പ്രഭാഷണം ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറാണ്. അതുപോലെ തന്നെ പൊന്നാനി MLA നന്ദകുമാർ സർ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. അപ്പോൾ ഈ പരിപാടി ഗംഭീര വിജയമാക്കണമെന്ന് ചെണ്ട, തിമില, ഇലത്താളം, മദ്ദളം, കുഴൽ, ഇടയ്ക്ക, കുറുങ്കുഴൽ അടക്കമുള്ള കലകൾക്കായി ജീവിതം ഉഴിഞ്ഞുവച്ച കലാകാരന്മാരുടെ ചരിത്രം ഉൾപ്പെടുത്തിയാണ് 2000 പേജുള്ള തക്കിട്ട എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കലാജീവിതം നയിച്ച ഗുരുക്കന്മാർ, ഇവരുടെ കുടുംബാംഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവരങ്ങൾ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ മനസ്സിനെ സംസ്കരിക്കുക എന്ന ഒരു ഉപാധി കൂടിയാണ് കലകൾ. അപ്പോൾ ആ കലയിലേക്ക് സത്യത്തിൽ ശ്രീ ആലങ്കോട് സന്തോഷാശാന്റെ ഈ പ്രവർത്തനം വളരെയധികം ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 15 വാദ്യകലാകാരന്മാർ, സംഗീത നായകർ എന്നിവർ വാദ്യകലയുടെ വിവിധ വഴികളിലൂടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചാണ് സമഗ്രമായ വിവരങ്ങളടങ്ങിയ പുസ്തകം തയ്യാറാക്കിയത്. 2018 മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിച്ചാണ് ഇത്രയും സമഗ്രമായ വിവരങ്ങൾ ശേഖരിച്ചതെന്ന് സന്തോഷ് ആലങ്കോട് പറഞ്ഞു. വാദ്യകലാകാരന്മാർക്ക് കൈപ്പുസ്തകമായി ഉപയോഗിക്കാവുന്ന രൂപത്തിലാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. 27-ന് വ്യാഴാഴ്ച 10 മണിക്ക് എടപ്പാൾ കണ്ടനകത്ത് സോപാനം സഭാ ഹാളിൽ വെച്ച് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, കരിവള്ളൂർ മുരളി, കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ചാത്തനാത്ത് അച്യുതനുണ്ണി, CM നീലകണ്ഠൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചേർന്ന് പുസ്തക സമർപ്പണം നടത്തും. MLA KT ജലീൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. CNTV എടപ്പാൾ.